രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലർ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ടെന്നും അത്തരക്കാർ അതിൽ നിന്ന് പിന്മാറണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിന് നടപടി എടുത്തു എന്നാണ് സംശയിക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക. ലൈംഗിക വൈകൃതത്തിൻ്റെ വിവരങ്ങളാണ് രാഹുൽ കേസിൽ പുറത്തു വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് മനസാക്ഷിയുള്ള ആർക്കും ചേർന്നതല്ല. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? ഒടുവിൽ വന്ന വിവരമനുസരിച്ച് ഒരാൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ. എന്താ അതിന് പറയുക സാധാരണ മലയാളത്തിൽ? അങ്ങനെ ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത്? അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? അകറ്റി നിർത്തേണ്ടയാൾക്ക് പുതിയ പദവികൾ നൽകുകയാണ് കോൺഗ്രസ് ചെയ്തത്. കോൺഗ്രസ് നിലപാട് മാതൃകാപരമാണെന്നാണ് ചിലർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ജയിലിൽ കഴിഞ്ഞ ഒരു MLA ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഈ MLA-മാരായിട്ടുള്ള ചിലർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ചിലർ ജയിലിലടക്കം കിടന്നിനല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവർ? ഇത്തരക്കാരെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സൈബർ ആക്രമണം നേരിടേണ്ടി വരികയാണെന്ന് രമേശ് ചെന്നിത്തലയുടെ അനുഭവം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.